താരിഫുകൾ കടലാസിലെ വെറും കണക്കുകളോ അതിർത്തിയിൽ കൊടുക്കേണ്ട അധിക പണമോ അല്ല. അവ ലോകരാഷ്ട്രീയത്തെ കുലുക്കുന്ന സാമ്പത്തിക ഭൂകമ്പങ്ങളാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ വ്യാപാര നീക്കങ്ങൾ ഇപ്പോൾ ലോകത്തിൻ്റെ നാഡിമിടിപ്പ് തന്നെ മാറ്റുകയാണ്. വ്യാപാരത്തിനപ്പുറം വലിയ തിരമാലകളാണ് അത് സൃഷ്ടിക്കുന്നത്. ഉദാഹരണത്തിന് സ്പെയിൻ. അവർ അമേരിക്കൻ പ്രതിരോധ ഭീമനായ ലോക്ഹീഡ് മാർട്ടിൻ്റെ ആയുധമായ F-35 യുദ്ധവിമാനത്തിന് പിന്നാലെയായിരുന്നു. ഈ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനം ഒരു സാങ്കേതിക വിസ്മയമാണ്. 2023 പഴകിയ വിമാനങ്ങൾ മാറ്റാൻ സ്പെയിൻ $700 കോടി നീക്കിവെച്ചു. ചർച്ചകൾ നടന്നു, താൽപ്പര്യം ഉയർന്നു. പക്ഷേ പെട്ടെന്ന് നിശബ്ദമായി. സ്പെയിൻ പിന്മാറി. ഇപ്പോൾ അവർ യൂറോ ഫൈറ്റർ എന്ന യൂറോപ്യൻ വിമാനത്തിലേക്ക് നോക്കുകയാണ്. ഈ പിന്മാറ്റത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്? ട്രംപിൻ്റെ നികുതികൾ തന്നെ. അമേരിക്ക നിങ്ങളുടെ സാധനങ്ങൾക്ക് കനത്ത നികുതി ചുമത്തുമ്പോൾ എന്തിന് അവരുടെ വിമാനങ്ങൾ വാങ്ങണം? സ്പെയിൻ മാത്രമല്ല, സ്വിറ്റ്സർലൻഡിനും 39% നികുതി കിട്ടി. അവരുടെ പ്രസിഡന്റ് ഒരു ഒത്തുതീർപ്പിനായി വാഷിംഗ്ടണിലേക്ക് പറന്നു. ട്രംപ് അവരെ കാണാൻ പോലും കൂട്ടാക്കിയില്ല. വെറും കൈയോടെ അവർ മടങ്ങി. ഇപ്പോൾ സ്വിസ് രാഷ്ട്രീയക്കാർ കലിപ്പിലാണ്. 36 F-35 വിമാനങ്ങൾക്കായുള്ള $900 കോടി കരാർ റദ്ദാക്കണമെന്നാണ് അവരുടെ ആവശ്യം. എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഞങ്ങളെ വ്യാപാര യുദ്ധം കൊണ്ട് അടിക്കുന്ന രാജ്യത്തിന് എന്തിന് കോടികൾ നൽകണം? ന്യായമായ ചോദ്യമാണിത്. കാനഡയും ഇതേ ചിന്തയിലാണ്. $1400 കോടി F-35 കരാർ അവർക്കുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി മാർക്ക് കാർണി US-നെ എതിർക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യയിലും ഇതിൻ്റെ പ്രതിധ്വനികൾ കേൾക്കാം. അമേരിക്കയിൽ നിന്നുള്ള ആയുധ വാങ്ങലുകൾ നിർത്തിവെച്ചുവെന്ന് വാർത്തകൾ പരന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ അതിനെ കെട്ടിച്ചമച്ച വാർത്തയെന്ന് വിളിച്ചു. എന്നിരുന്നാലും ഇന്ത്യ വൈവിധ്യവൽക്കരണത്തിൻ്റെ പാതയിലാണ്. ഉദാഹരണത്തിന് യുദ്ധവിമാന എഞ്ചിനുകൾ. അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക്കുമായി ഇന്ത്യ ഒരു കരാർ ഒപ്പിട്ടു. 2023 എഞ്ചിനുകൾ ലഭിക്കേണ്ടിയിരുന്നു. പക്ഷേ 2025 GE അവ നൽകിയത്. ഇന്ത്യ വൈകിയതിനുള്ള പിഴയും ചുമത്തി. ഇപ്പോൾ ഇന്ത്യ മറ്റ് രാജ്യങ്ങളിലേക്ക്, ജപ്പാൻ, ഫ്രാൻസ്, UK പോലുള്ള രാജ്യങ്ങളിലേക്ക് നോക്കുകയാണ്. എഞ്ചിനുകളുടെ സഹനിർമ്മാണമാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇത് വ്യാപാര യുദ്ധവുമായി നേരിട്ട് ബന്ധപ്പെട്ടതല്ല. എന്നാൽ ഒരു സന്ദേശം വ്യക്തമാണ്: മറ്റ് വഴികളുണ്ട്. നഷ്ടം പ്രതിരോധ മേഖലയിൽ മാത്രമല്ല, മുഴുവൻ വ്യവസായങ്ങളും തകർന്നടിയുന്നു. നൈക്ക്, ലെവിസ്, ഗ്യാപ്പ് പോലുള്ള ഫാഷൻ ഭീമന്മാർ ബുദ്ധിമുട്ടുകയാണ്. ഏഷ്യൻ ഉൽപ്പാദനത്തെ ആശ്രയിക്കുന്നവരാണ് ഈ കമ്പനികൾ. ഉയർന്ന അമേരിക്കൻ തീരുവകൾ അവരെ വലയ്ക്കുന്നു. വിതരണ ശൃംഖലകൾ ആകെ കുഴപ്പത്തിലാണ്. ടെക് മേഖലയിലെ ആപ്പിൾ, NVIDIA പോലുള്ള കമ്പനികൾക്ക് താൽക്കാലിക ഇളവുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മുന്നറിയിപ്പ് ട്രംപ് നൽകി: ഈ ഇളവുകൾ ശാശ്വതമല്ല. അതുകൊണ്ട് തന്നെ വിതരണ ശൃംഖലകൾ അമ്പരന്ന് നിൽക്കുകയാണ്. അമേരിക്കൻ ഓട്ടോ വ്യവസായവും തകർച്ചയിലാണ്. നികുതികൾ വില വർദ്ധിപ്പിക്കും. $1200 കോടി നഷ്ടം വരെ വ്യവസായം നേരിടാം. COVID-19 മഹാമാരിക്ക് ശേഷവുമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയാകാം ഇതെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ട്രംപ് ഈ നികുതികളെ മികച്ച വ്യാപാര കരാറുകൾക്കുള്ള ഒരു ആയുധമായാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? ഒരു ചർച്ചയല്ല നടക്കുന്നത്, ഒരു വേർപിരിയലാണ്. സഖ്യകക്ഷികൾ മറ്റ് പ്രതിരോധ ഓപ്ഷനുകൾ തേടുകയാണ്. വിതരണ ശൃംഖലകൾ പുതിയ വഴികൾ കണ്ടെത്തുന്നു. വ്യാപാരത്തിലും സുരക്ഷയിലും അമേരിക്ക ഒരു വിശ്വസ്ത പങ്കാളിയല്ലാതായി മാറുന്നു. സൈനിക കരാറുകൾ എപ്പോഴും അമേരിക്കയുടെ ഏറ്റവും വലിയ കരുത്തായിരുന്നു, പ്രത്യേകിച്ച് വ്യാപാര തർക്കങ്ങളിൽ. ഇപ്പോൾ ട്രംപിൻ്റെ വ്യാപാര യുദ്ധത്തിൽ ആദ്യം തകരുന്നത് ഈ കരാറുകളാണ്. ഇത് വെറും തുടക്കം മാത്രം. ഇനി വരാനിരിക്കുന്നത് കൂടുതൽ കഠിനമായിരിക്കും. ഒരിക്കൽ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് അകലാൻ തുടങ്ങിയാൽ നികുതികൾ കുറഞ്ഞാലും അവർ തിരിച്ചു വരില്ല. നഷ്ടം ശാശ്വതമായിരിക്കും. ട്രംപിൻ്റെ നികുതികൾ ഒരുപക്ഷെ അമേരിക്കയുടെ എതിരാളികൾക്ക് ലഭിക്കുന്ന ഒരു വലിയ സമ്മാനമായിരിക്കാം.